നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ചെറുധാന്യമാണ് റാഗി. റാഗിക്ക് പഞ്ഞിപ്പുല്ല്, മുത്താറി എന്നൊക്കെ പേരുണ്ട്. ഇത് ചേർത്തിട്ടുള്ള നല്ലൊരു അപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വറുത്ത റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് അവൽ, 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 2 ചുള ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ. ആദ്യം തന്നെ ഈ അവലൊന്ന് കുതിർത്തെടുക്കണം. അവലിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റോളം മാറ്റി വയ്ക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും ജീരകം ഇടാം. ഇതിലേക്ക് കുതിർന്ന അവല് ചേർക്കാം. പിന്നെ തേങ്ങ ചേർക്കാം. പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഇനി വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് റാഗിപ്പൊടി ചേർക്കാം. പിന്നെ അരിപ്പൊടി, ഇത് ഇടിയപ്പം പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈസ്റ്റ് ചേർക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഉപ്പ്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അരച്ചെടുത്ത കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലൊരു മാവാക്കി എടുക്കാം. ഇത് വീണ്ടും മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞു കിട്ടാനും പിന്നെ എല്ലാം നന്നായിട്ടൊന്നുകൂടി മിക്സാക്കി ഇട്ടാനും ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് തിക്കായിട്ട് എന്നാലും ഫ്ലോവൻ കൺസിസ്റ്റൻസിയിലുള്ള ഒരു മാവായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് 2 മണിക്കൂർ, കൂടിപ്പോയാലും 2.5 മണിക്കൂർ അതിനുള്ളിൽ നമുക്കിത് പൊങ്ങി കിട്ടും. ഇനി നിങ്ങൾ പിറ്റേ ദിവസമൊക്കെയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 1 നുള്ളു ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതൊരു 8 മണിക്കൂർ കൊണ്ടൊക്കെയാണ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരുള്ളൂ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ മുഴുവൻ ഹോൾസ് വന്നിങ്ങനെ പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഹോൾസ് എല്ലാം ഇതുപോലെ പൊട്ടി വന്നു കഴിയുമ്പം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അല്പം നേരം കൂടി കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് ചുട്ടെടുക്കാം. അത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ ഒപ്പം സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിനുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.